നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം 1932. സർക്കാർ ഉദ്യോഗങ്ങളിലും ശ്രീമൂലം പ്രജാസഭയിലും നിയോജകമണ്ഡലങ്ങളിലും ജനസംഖ്യാ അനുപാതികമായി സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ ആരംഭിച്ച പ്രക്ഷോഭമാണ്. ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ സർക്കാർ ഉദ്യോഗങ്ങളിലും ശ്രീമൂലം പ്രജാസഭയിലും നിയോജകമണ്ഡലങ്ങളിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം നയിച്ച സംഘടന തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സഭ. നിവർത്തന പ്രക്ഷോഭം നയിച്ച സംഘടന തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സഭ. തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സഭയുടെ സ്ഥാപകൻ സി കേശവൻ. തിരുവിതാംകൂറിൻ്റെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്നും അറിയപ്പെടുന്നു. തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സഭയുടെ സ്ഥാപകൻ സി കേശവൻ തിരുവിതാംകൂറിൻ്റെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്നറിയപ്പെടുന്നു. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജിഹ്യ എന്നറിയപ്പെടുന്ന മാസികയാണ് കേരള കേസരി. കേരള കേസരിയാണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജിഹ്യ എന്നറിയപ്പെടുന്ന മാസിക. നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം 1932. തിരുവിതാംകൂറിലെ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാക്കൾ എൻ വി ജോസഫ്, സി കേശവൻ, പി കെ കുഞ്ഞ്, ടി എം വർഗീസ്, സി വി കുഞ്ഞിരാമൻ, എ കെ പിള്ള. തിരുവിതാംകൂറിലെ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാക്കൾ എൻ വി ജോസഫ്, സി കേശവൻ, പി കെ കുഞ്ഞ്, ടി എം വർഗീസ്, സി വി കുഞ്ഞിരാമൻ, എ കെ പിള്ള. നിവർത്തന പ്രക്ഷോഭ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ. ശ്രീ ചിത്തിര തിരുനാൾ രാജാവാണ് നിവർത്തന പ്രക്ഷോഭ സമയത്തെ തിരുവിതാംകൂർ രാജാവ്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവൻ 1935. 1935 സി കേശവനാണ് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്. നിവർത്തന പ്രക്ഷോഭം എന്ന പദത്തിൻ്റെ ഉപജ്ഞേതാവ് ഐ സി ചാക്കോ. നിവർത്തനം എന്ന പദത്തിൻ്റെ ഉപജ്ഞേതാവ് ഐ സി ചാക്കോ. ഐ സി ചാക്കോയാണ് നിവർത്തനം എന്ന പദത്തിൻ്റെ ഉപജ്ഞേതാവ്. പി എസ് സിയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. പി എസ് സിയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് സി കേശവൻ. നിവർത്തന പ്രക്ഷോഭ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് സി കേശവൻ. നിവർത്തന മെമ്മോറിയൽ നിരാകരിച്ച ദിവാൻ ടി ഓസ്റ്റിൻ. നിവർത്തന മെമ്മോറിയൽ നിരാകരിച്ച ദിവാൻ ടി ഓസ്റ്റിൻ.